നമ്മുടെ നാട്ടിൽ കുറെ ചാരിറ്റി ചെയ്യുന്ന നന്മ മരങ്ങളുണ്ട്. ആ നന്മ മരങ്ങളൊന്നല്ല യഥാർത്ഥ നന്മ മരങ്ങൾ. യഥാർത്ഥ നന്മ മരം ആരാണെന്നറിയോ? ഇദ്ദേഹമാണ്. ഇതാരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് സന്തോഷ് പണ്ഡിറ്റ്. ചില ആളുകളുടെ മുന്നിൽ സന്തോഷ് പണ്ഡിറ്റ് ഒരു മണ്ടനാണ്, മറ്റു ചിലരുടെ മുൻപിൽ സന്തോഷ് പണ്ഡിറ്റ് അതിബുദ്ധിമാനാണ്. പക്ഷെ ഞാനൊക്കെ കാണുന്നത് അതിവിദഗ്ധമായിട്ട് സിനിമ ചിത്രീകരിക്കുന്ന ഒരാളായിട്ടാണ്. ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് ജി വയനാട് ഉരുൾപൊട്ടലിനെ കുറിച്ച് ഒരു മാധ്യമത്തിന് ചെറിയൊരു അഭിമുഖം കൊടുത്തിരുന്നു. അത് കണ്ടിട്ട് നമുക്ക് കുറച്ച് റിയാക്ട് ചെയ്യാനുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ റിയാക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും നമുക്ക് പ്ലേ ചെയ്യാം. സർക്കാർ അടക്കം പല ആളുകളും ഇപ്പൊ 400 വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പലരും വീടൊക്കെ വാഗ്ദാനം, ചിലർ 100 വീട്, ചിലർ 150 വീട്. ഞാൻ തന്നെ എഴുതി നോക്കിയപ്പോൾ ഒരു 800-850 വീട് ഇപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട്. നമ്മുടെ പണ്ഡിറ്റ് ജി പറഞ്ഞത് മനസ്സിലായല്ലോ. അതായത് വയനാട് വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് കൊടുക്കുമെന്ന് പറഞ്ഞ ആളുകൾ കൊടുക്കുന്ന വീടുകളുടെ എണ്ണം 850 എന്നാണ് പറഞ്ഞത്. അപ്പോ 400 വീടാണ് നഷ്ടപ്പെട്ടിട്ടുള്ളൂ അതിന്റെ ഇടയിൽ തന്നെ പറയുന്നുണ്ട് സന്തോഷ് പണ്ഡിറ്റ് ജി. 400 വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 400 വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് ജി പറഞ്ഞത്. അപ്പോൾ ജിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല വയനാട് ഉരുൾപൊട്ടിയതിനു ശേഷം എത്ര വീട് അവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പൊ എന്തെങ്കിലും ഒന്നും അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നല്ലൊരു വിഷയമാണോ? അല്ല. പക്ഷേ സന്തോഷ് പണ്ഡിറ്റ് ജി സംസാരിക്കും. കാരണം സംസാരിച്ചേ പറ്റൂ. കാരണം ഇതൊക്കെ പബ്ലിസിറ്റി കിട്ടുന്ന ഒരു സംഭവമല്ലേ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മാധ്യമത്തിനെ സമീപിച്ചുകൊണ്ട് എനിക്കൊരു ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പബ്ലിസിറ്റി, അതേപോലെ തന്നെ ഈ മാധ്യമ പ്രവർത്തകർക്ക് ഒരു മറ്റൊരു പബ്ലിസിറ്റി തന്നെയാണ് ഇതിന്റെ ഉള്ളിലൊക്കെ നടക്കുന്നത്. എടുക്കും. അപ്പൊ ക്യാമ്പിൽ നിൽക്കുന്ന ആദ്യ ദിവസങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഞാൻ മുൻകൂട്ടി പറഞ്ഞുതരാം. കുറെ പേര് സെന്റി അടിച്ച് പറഞ്ഞത് പണ്ഡിറ്റ് പറഞ്ഞത് മനസ്സിലായില്ല. ഇതേപോലെയുള്ള സൗണ്ട് കേട്ടിട്ട് നിങ്ങൾക്ക് ചിരി വരണമെന്നില്ല. കാരണം സന്തോഷ് പണ്ഡിറ്റിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ചില ആളുകൾക്ക് ഓട്ടോമാറ്റിക്കലി ചിരി വന്നോളും. എന്തായാലും പറ. പേര് സെന്റി അടിച്ച് ബിരിയാണി ഇതൊക്കെ കൊണ്ടു കൊടുക്കും. നിങ്ങൾക്ക് ജി പറഞ്ഞത് മനസ്സിലായില്ലേ? ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾക്ക് സെന്റി അടിച്ചുകൊണ്ട് ബിരിയാണിയൊക്കെ കൊണ്ടുപോയി കൊടുക്കുവാൻ ആളുണ്ട് എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് ജി പറഞ്ഞത്. പണ്ഡിറ്റ് ജി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇങ്ങനെ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾക്ക് ബിരിയാണി കൊണ്ടുപോയി കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? നിങ്ങൾ തന്നെ പറ, ഒന്ന് ചിന്തിച്ച് നോക്ക്. ബിരിയാണി ഇതൊക്കെ കൊണ്ടു കൊടുക്കും. ബിരിയാണി അല്ലാതെ പിന്നെന്താ കൊണ്ടുപോയി കൊടുക്കേണ്ടത്? നിങ്ങൾ തിന്നുന്നത് പോലെ ചാണകം പ്ലേറ്റിലാക്കി കൊണ്ടുപോയി കൊടുക്കണോ? ബിരിയാണി ഇതൊക്കെ കൊണ്ടു കൊടുക്കും. മലയാളികൾക്ക് കണ്ണിൽ ചോര ഉള്ളത് കൊണ്ട് തന്നെ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾക്ക് ബിരിയാണിയും കൊടുക്കും, ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കും. അതൊക്കെ നിങ്ങൾ എന്തിനിങ്ങനെ പറഞ്ഞിട്ട് വെറുതെ നാട്ടുകാരുടെ വെറുപ്പ് സമ്പാദിക്കുന്നത്? ജി ഒന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങൾ എന്താ പറയുന്നത്? ബിരിയാണി ഇതൊക്കെ കൊണ്ടു കൊടുക്കും. അത് വിട്ടെ. അപ്പൊ ചിന്തിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഫ്ലോയില് അങ്ങ് പറഞ്ഞങ്ങ് പോയതാണ്. ചിലർ നന്മ വരാന്ന് കാണിക്കാനോ അല്ലെങ്കിൽ സീരിയസ്ലി നന്മമരങ്ങളായിരിക്കും അവരെന്തെങ്കിലുമൊക്കെ ക്യാമ്പിലേക്ക് വേണ്ടി ചെയ്യും. നമ്മുടെ ജി പറഞ്ഞത് മനസ്സിലായില്ലേ? ചിലർ നന്മമരമാണെന്ന് കാണിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും, ക്യാമ്പിലോട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. മറ്റു ചിലരുണ്ട് സീരിയസ്ലി നന്മമരമായിരിക്കും, അവരും ക്യാമ്പിലോട്ട് എന്തെങ്കിലും ചെയ്യും. ഈ സമയത്ത് അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് പണ്ഡിറ്റ് ജി. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അവർ നന്മമരങ്ങൾ ആകാൻ വന്നതാണെങ്കിലും അല്ലെങ്കിൽ ഒറിജിനൽ നന്മമരങ്ങളാണെങ്കിലും ആ ഒരു സമയത്ത് അവിടെ പോയിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കി അത് കൊടുക്കാനുള്ള കഴിവുണ്ടല്ലോ അവർക്ക്. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ച് പറഞ്ഞത് എങ്ങനെയുള്ള ആളുകൾ ചിന്തിക്കുന്നത് പോലെയാണെന്നറിയോ സന്തോഷ് പണ്ഡിറ്റ് ജി? ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഒരു സംഖ്യയുടെ മൈൻഡ്. അതായത് നിങ്ങൾ സ്വന്തമായിട്ട് പേരെടുക്കണം, മറ്റുള്ളവരെ പേരെടുക്കുമ്പോൾ അത് അവർക്ക് സഹിക്കൂല. അത് തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റ് ജി ഇപ്പൊ പറഞ്ഞുകൊണ്ട് വന്നത്. ഇതെല്ലാം നടക്കും. പക്ഷേ ആ ക്യാമ്പ് എത്ര ദിവസം എന്നല്ല ചോദിച്ചത്, അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എത്ര ദിവസമാണെങ്കിലും അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണത്തിനോ വെള്ളത്തിനോ മറ്റു സൗകര്യങ്ങൾക്കോ ഒന്നും ഒരു ബുദ്ധിമുട്ടും വരൂല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവർക്ക് അടുക്കള സാധനങ്ങൾ വേണം, കട്ടില് വേണം, കിടക്ക വേണം, അല്ലെ? ബേസിക്സ് പല കാര്യങ്ങളും. ഏറ്റവും ഭയങ്കര ഹൈഫൈ AC ഒന്നും ഇല്ലെങ്കിലും ബേസിക് സാധനങ്ങളെങ്കിലും വേണമല്ലോ. ഇതാണ് സന്തോഷ് പണ്ഡിറ്റ് ചിന്തിക്കുന്നത്. സന്തോഷ് പണ്ഡിറ്റിന്റെ ചിന്തയെ കുറിച്ച് ഓർമ്മിപ്പിക്കല്ലേ. സന്തോഷ് പണ്ഡിറ്റിന്റെ ചിന്തയിൽ വന്നതല്ലേ ഇതേപോലത്തതെല്ലാം. അല്ലാന്ന് നിങ്ങൾ ഒരിക്കലും പറയൂലോ. നിങ്ങളുടെ ചിന്തയിൽ വന്നിട്ടുള്ള ക്രിയേഷനാണിത്. ഇങ്ങനെയൊക്കെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ മനസ്സിലുള്ള മൈൻഡ് സെറ്റാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. തലക്കാണി കൊടുക്കണം, ബെഡ് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുക. ഇവരുടെ മക്കളുടെ വിദ്യാഭ്യാസം എങ്ങനെ പോകും? അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് ജി ചിന്തിച്ചതാണിത്. ഉരുൾപൊട്ടി അവിടെയുള്ള വീടുകളൊക്കെ പോയില്ലേ, അപ്പൊ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം എങ്ങനെ പോകും? എന്ത് മനോഹരമായിട്ടുള്ള ചിന്ത അല്ലേ. ഇതൊക്കെ ചിന്തിക്കാനുള്ള കഴിവുണ്ടല്ലോ സന്തോഷ് പണ്ഡിറ്റ് ജി നിങ്ങൾക്ക്. എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നത്. ചിലപ്പോൾ സിനിമ എടുക്കുന്ന സമയത്ത് മൈൻഡ് സെറ്റ് വേറെ വല്ല ലോകത്തുമായിരിക്കും ഉണ്ടാവുക. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ സന്തോഷ് പണ്ഡിറ്റ് ജി ഒരു ഹീറോ തന്നെയാണ്. മറ്റുള്ളവരുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ചൊക്കെ നല്ല ബോധമാണ്. ആ മക്കൾക്കുള്ള ബേസിക്സ് പലതും പോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു ശരിയല്ലേ? ബാഗ്, ബുക്ക്. ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ മക്കളുടെ ബാഗും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതെങ്ങനെ മേടിച്ച് കൊടുക്കും? അതാണിപ്പോ സന്തോഷ് പണ്ഡിറ്റ് ജി ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കടാ, എത്ര മഹത്വമായിട്ടുള്ള ചിന്താഗതിയാണല്ലേ സന്തോഷ് പണ്ഡിറ്റ് ജി നിങ്ങൾക്ക്. കാരണം ഇവിടെ നന്മമരങ്ങളായ ആൾക്കാർ അവിടെ ബിരിയാണിയും പൊറാട്ടയും ബീഫൊക്കെ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോഴാണ് മനസ്സിലായത് നന്മമരങ്ങളായിട്ടുള്ള ആളുകളോട് നിങ്ങൾക്ക് എന്താ ഇത്ര ദേഷ്യമെന്ന്. കാരണം
ബിരിയാണി, പൊറോട്ട, ബീഫ്, ലാസ്റ്റ് പറഞ്ഞില്ലേ സന്തോഷ് പണ്ഡിറ്റ് ജിയുടെ അമ്മയൊക്കെ പിടിച്ച് കറി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതും പറയും ഇതിനപ്പുറവും പറയും. നിങ്ങൾ അതല്ലേ കൊടുക്കുന്നുള്ളൂ, ഞങ്ങൾ എന്താ കൊടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? അല്ല, എത്ര പേര് നോട്ടുബുക്ക് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എടാ നന്മ മരങ്ങളെ, നിങ്ങൾ ക്യാമ്പിൽ പൊറോട്ടയും ചിക്കൻ ബിരിയാണിയും ബീഫും കൊടുക്കുമ്പോൾ ഞങ്ങൾ ക്യാമ്പിൽ എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്നറിയോ? നോട്ട് ബുക്ക് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കൊള്ളാം ജി, നിങ്ങളാണ് ഈ നാടിന്റെ പ്രചോദനം. കാരണം ക്യാമ്പിലുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുൻപ് നോട്ട് ബുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അതാണ് നമ്മളുടെ ഈ നാട്ടിന് ആവശ്യമുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരെ പോയി, ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ, ഈ പറയുന്ന ചൂരന്മലയായാലും മുണ്ടക്കയായാലും ഈ പ്രദേശങ്ങളിൽ ഇൻക്ലൂഡിങ് വിലങ്ങാടായാലും സന്തോഷ് പണ്ഡിറ്റ് വർഷങ്ങൾക്ക് മുമ്പേ അവിടെ ഹെൽപ്പ് ചെയ്തതാണ്. ആ പറഞ്ഞത് നുണയാണെന്ന് ആരും പറയൂല. കാരണം വർഷങ്ങൾക്ക് മുൻപേ മുണ്ടക്കയിൽ പോയിട്ട് സഹായം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും പറയും നിങ്ങൾ പറയുന്നതാണ് സത്യമെന്ന്. ഇത് വിലങ്ങാടും വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇയാൾ പോയിട്ട് അവിടെ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എന്താ ഭായി പറയുന്നത്? പക്ഷെ പലപ്പോഴും നമുക്ക് ഇപ്പൊ അവരെ വീട്ടിലേക്കൊന്നും നമ്മൾ അധികം വിടുന്നില്ല. സുരക്ഷാ കാരണങ്ങളാകാം നമ്മളെ ക്യാമ്പിലേക്ക് ഉള്ളോട്ട് കടത്തിയിട്ടില്ല. സന്തോഷ് പണ്ഡിറ്റ് ജിയെ ക്യാമ്പിലോട്ട് കേട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ അവിടെ പോയി എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആ ദുരന്തമുഖം കാണാൻ പോയതാണ്. നിങ്ങൾ അങ്ങനെ പോകുമ്പോൾ എന്താ അവിടെ വേണ്ട സാധനമെന്ന് മനസ്സിലാകണമെങ്കിൽ ക്യാമ്പിലോട്ട് കയറി പോകണം. ക്യാമ്പിൽ കയറ്റിയിട്ടില്ല എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് ജി പറഞ്ഞത്. ക്യാമ്പിലേക്ക് ഉള്ളോട്ട് കടത്തിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ചിരി വരും. ഇപ്പോൾ ക്യാമ്പിലും കൂടി കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ ഞാനൊന്ന് ചിന്തിച്ച് നോക്കുകയാണ്. സന്തോഷ് പണ്ഡിറ്റ് ജി അവിടെ പോയിട്ട് ക്യാമ്പിൽ കയറ്റിയില്ല പോലെ ഇത്ര ഗതികെട്ടം വേറെ ഉണ്ടാവോ? അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയിട്ടാവാം. തീർച്ചയായിട്ടും നിങ്ങളെ ക്യാമ്പിൽ കയറ്റാതിരുന്ന ആളുകൾ ആ സമയത്ത് ചിന്തിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഓൾറെഡി ഈ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾ ഒരു ദുരന്തം കഴിഞ്ഞിട്ടാണ് വരുന്നത്. മറ്റൊരു ദുരന്തത്തിന്റെ മുന്നിൽ എത്തണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും നിങ്ങളെ പോലുള്ള ആളുകളെ തടഞ്ഞത്. അവരെന്തായാലും ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യാണ്. ഞാൻ പറയുന്നത്, ഞാൻ കൂടുതലും നോക്കുന്നത് ഇമ്മീഡിയറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്താണ് ചെയ്തത് അവിടെ? ഞാനിപ്പോ നിലവിൽ ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വാടക വീട്ടിലേക്ക് പോകുന്ന ആളുകൾക്ക് അവർക്ക് അടുക്കള സാധനങ്ങൾ, ദുരന്തത്തിൽപ്പെട്ട് ക്യാമ്പിൽ നിന്ന് വാടക വീട്ടിലോട്ട് മാറുമ്പോൾ അവർക്ക് വേണ്ടി അടുക്കള സാധനങ്ങളും അവിടെയുള്ള ഫർണിച്ചറും ഒക്കെ സന്തോഷ് പണ്ഡിറ്റ് ജി കൊടുക്കുമെന്നാണ് പറയുന്നത്. സന്തോഷ് പണ്ഡിറ്റ് ജി, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഓൾറെഡി കൊടുക്കാൻ ആളുണ്ട് ഇവിടെ. നിങ്ങൾ വെറുതെ ഇതൊക്കെ വെറുതെ പബ്ലിസിറ്റി കൂട്ടല്ലേ? ഇവിടെ ഏതോ ഒരാള് ഒരു കോടീശ്വരൻ 100 വീട് കൊടുക്കാന്ന് പറഞ്ഞു, മറ്റവൻ 50 വീട് കൊടുക്കാറുണ്ട്, വേറെ ആള് സ്കൂൾ ഉണ്ടാക്കി കൊടുക്കാം, കോളേജ് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാം ഫ്യൂച്ചർ ടെൻസ് ആണ്. നിങ്ങൾക്ക് ഇന്ന് വിശക്കുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്താണെന്നുള്ളതല്ലേ നമ്മൾ നോക്കേണ്ടത്. അത് തന്നെയാണ് നോക്കേണ്ടത്. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, നന്മമരമായിട്ടുള്ള ആളുകൾ ചിക്കൻ ബിരിയാണി കൊടുത്തു, പൊറോട്ട കൊടുത്തു, ഇത് കൊടുക്കും. അപ്പൊ അവർക്ക് ഇന്ന് വിശക്കൂല, ലൈഫ് ടൈം ആകുമ്പോഴാണോ വിശക്കുള്ളൂ? നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾക്ക് തന്നെ വല്ല ബോധമുണ്ടോ? നിങ്ങൾ എന്താ പറയുന്നതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങൾ ചിന്താശക്തി ഇല്ലാത്ത ഒരാളാണ്. ശാശ്വതമായി നിങ്ങളെ വിശപ്പ് മാറുന്നില്ലെങ്കിലും ഇപ്പൊ നിങ്ങൾ വിശക്കുമ്പോൾ 5 കൊല്ലത്തിന് ശേഷം നിങ്ങളെ വിശപ്പ് മാറ്റിലൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് ഇപ്പോൾ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വാങ്ങിച്ചു കൊടുക്കാം. മനസ്സിലായ ഇയാൾക്ക് തന്നെ ബോധമില്ല. ഇയാൾ എന്താ പറയുന്നതെന്ന് ഫസ്റ്റ് പറഞ്ഞു. അവിടെയുള്ള നന്മമരങ്ങൾ ചിക്കൻ ബിരിയാണിയും കാര്യങ്ങളൊക്കെയാണ് വാങ്ങിച്ചു കൊടുക്കും. ഇപ്പൊ അവസാനം പറയാണ് ഇന്ന് വിശന്നാൽ ഇന്ന് തന്നെ മേടിച്ചു കൊടുക്കണ്ടേ എന്ന്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇതേപോലത്തെ ആളുകൾക്കൊക്കെ ഫാൻസ് ഉണ്ട് എന്ന് പറയുന്നത് കേൾക്കാൻ തന്നെ നാണക്കേടാണ്. അതിലും വലിയ നാണക്കേട് അവന്മാര് കേരളത്തിലാണല്ലോ ജനിച്ചത് എന്ന് പറയുന്നതാണ്. എന്തായാലും സംഖ്യകൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ കൂര് പൊട്ടിയിട്ടുണ്ടാവും. ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് സംശയമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിവൈൻഡ് അടിച്ച് കേട്ട് നോക്കാം. അപ്പൊ ഇതിന് നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. പണ്ഡിറ്റ് ജി, ബൈ.